എൻ്റെ പേര് സോമലത. ഞാൻ ആലപ്പുഴ ജില്ലയിലെ ചാരുമുട്ടിയിൽ നിന്ന് വരുന്നു. എനിക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഉടമ്പടി എടുക്കുന്നത് 2024 ഫെബ്രുവരി 24 അതെടുക്കാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ 2021 എനിക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടായി. അന്നു മുതൽ ഇങ്ങോട്ട് ഓരോരോ സർജറികൾ, 3 വർഷം കൊണ്ട് 4 സർജറികൾ കഴിഞ്ഞ്, പിന്നെ അതിനിടയിൽ തന്നെ സാമ്പത്തികമായിട്ടൊരു ബാധ്യത ഉണ്ടായി. ഒരാളെ സഹായിച്ചതാ. അതിൻ്റെ പേരിൽ എൻ്റെ ഭർത്താവിനോട് ഞാൻ പറയാതെയാണ് അത് ചെയ്തത്. പക്ഷേ അന്നു മുതൽ ഭർത്താവ് ഇവിടെ ഇല്ല, ഉടനെ തരുമെന്നുള്ള ആ ഒരു വിശ്വാസത്തിൽ ഞാനത് കൊടുത്തതാണ്. പക്ഷേ അതെനിക്ക് തിരിച്ചു കിട്ടാതായി. അപ്പോൾ അന്നു മുതൽ മാനസികമായിട്ട് ഈ രോഗങ്ങൾ കൊണ്ടും ഞാൻ ഒരുപാട് പ്രയാസപ്പെട്ട്. എനിക്ക് 2 മക്കളാണുള്ളത്, ഒരു മോനും ഒരു മോളും. പക്ഷേ എനിക്ക് അങ്ങ് ജീവിക്കണമെന്ന് പോലും ഇല്ല. അങ്ങനെ ഞാൻ മരിക്കണമെന്ന് തീരുമാനിച്ച്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് തൈറോയിഡിൻ്റെ സർജറി ലാസ്റ്റ് കഴിഞ്ഞ്. അപ്പോൾ ഒരുപാട് പ്രയാസത്തിൽ മാനസികമായിട്ട് തകർന്നിരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ഭർത്താവിനോട് ഇതെങ്ങനെ പറയും? ഈ പൈസയുടെ കാര്യം ചോദിക്കുമ്പോൾ ഞാൻ എന്ത് പറയുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറയാൻ എനിക്ക് ധൈര്യം കിട്ടുന്നില്ല. അങ്ങനെ ഞാൻ വിചാരിച്ചെന്നാൽ മരിക്കാം എന്നുള്ള വിചാരത്തിൽ ഞാൻ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ബന്ധു വന്ന് എന്നോട് പറഞ്ഞ്, മോളെ, നിൻ്റെ ഈ രോഗങ്ങളെല്ലാം മാറും, ഈ സാമ്പത്തിക ബുദ്ധിമുട്ട് അറിയത്തില്ല അവർക്ക്, എല്ലാം മാറും, നീ കൃപാസനം എന്ന് പറയുന്ന ഒരു മാതാവിൻ്റെ ഒരു കൃപാസനം കലവൂരുണ്ട്, അവിടെ ഒന്ന് പോകാൻ പറഞ്ഞു. ഞാൻ അപ്പോഴും എനിക്കങ്ങനെ വിശ്വാസം, ഞാൻ അമ്പലത്തിലായാലും പോയി ഒരുപാട് പ്രാർത്ഥിക്കാറില്ല. മാതാവിനെ, ഞങ്ങളുടെ അടുത്തൊരു മാതാവിൻ്റെ ഒരു പിന്നെ പള്ളിയുണ്ട്, അവിടെ പോയി വല്ലപ്പോഴും മെഴുകുതിരി കത്തിക്കും, അത്ര മാത്രമേ ഉള്ളൂ. മനസ്സൊരുക്കി പ്രാർത്ഥിക്കാനൊന്നും ഞാൻ മെനക്കെട്ടിട്ടില്ല. പിന്നെ അന്നേരം ഇവരിങ്ങനെ പറഞ്ഞപ്പോഴും ഞാൻ ശരിയെന്ന് പറഞ്ഞു. പക്ഷേ അത് അവർക്കൊരു വല്ലാത്ത വിഷമം പോലായെന്ന് പിന്നീട് എന്നോട് പറഞ്ഞു. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ മനസ്സിലാരോ ഇങ്ങനെ പറയുന്നു, എൻ്റെ കയ്യിലൊരു മാതാവിൻ്റെ ഒരു ഫോട്ടോ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ നോക്കും വല്ലപ്പോഴും. അന്നേരം എനിക്കിങ്ങനെ തോന്നി, ഇനി ആ കൃപാസനം എന്ന് പറയുന്നത് എവിടെയാണെന്ന് എനിക്ക് അറിയത്തുമില്ല, എനിക്കിന്ന് അവിടെ ഒന്ന് പോകണം എന്നും പറഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞ് എൻ്റെ ബന്ധുവിൻ്റെ അടുത്ത് ഞാൻ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ കൃപാസനത്തെപ്പറ്റി എല്ലാം പറഞ്ഞ്. അപ്പോൾ പറഞ്ഞ്, മോനിപ്പം എന്തോ പഠിക്കുന്നത്? ഞാൻ പറഞ്ഞു, അവനെ +2 പരീക്ഷ തുടങ്ങാൻ പോവാന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞ്, അവനെയും കൂടി ഇപ്പോൾ കൊണ്ടുപോയി, ഇപ്പോൾ പോയി ഉടമ്പടി എടുത്താൽ നല്ലതായിരിക്കും എന്ന്. എനിക്കൊന്നും അറിയത്തില്ല. ഞാനും എൻ്റെ മക്കളും കൂടി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് അന്ന് മുതൽ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. ഞാൻ ഉടമ്പടിയിൽ വെക്കാത്ത കാര്യമാണ് ആദ്യം എനിക്ക് എൻ്റെ അമ്മ നേടി തന്നത്. കാരണം ആദ്യമേ വന്ന് എങ്ങനെ ഉടമ്പടിയിൽ എഴുതുന്നത് ഞാൻ എൻ്റെ പൈസയുടെ ബുദ്ധിമുട്ട്, ഞാൻ അതുകൊണ്ട് അത് പറഞ്ഞില്ല. എൻ്റെ അസുഖത്തിൻ്റെ കാര്യവും ഞാൻ എഴുതിയില്ല. പക്ഷേ എനിക്ക് ഈ ഉടമ്പടി എടുത്തതിന് ശേഷം അമ്മ ധൈര്യം തന്നത് എൻ്റെ ഭർത്താവിനോട് പറയാനായിട്ടുള്ളത്. ഞാനതെൻ്റെ ഭർത്താവിനോട് ആ പൈസയുടെ കാര്യം പറഞ്ഞ് അത് ആ ബന്ധുവുമായിട്ട് സംസാരിച്ച് അതൊരു കരാറിൽ വെച്ച് ഇത്ര നാളിനുള്ളിൽ എനിക്ക് തിരിച്ചു തന്നോളാമെന്ന് അങ്ങനെ മനസ്സമാധാനമായി. പിന്നെ ഞാൻ എൻ്റെ രോഗങ്ങൾ കൊണ്ട് ഞാൻ എല്ലാ മാസവും ഒരു 10-15,000 രൂപയുടെ മരുന്നെങ്കിലും ഞാൻ കഴിക്കും. അങ്ങനെ ഓരോരോ അസുഖങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ആശുപത്രികളോട് നടക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് തന്നെ തോന്നി, ഇനി ആശുപത്രികളിൽ പോകണ്ട, മരുന്നും കഴിക്കണ്ട. അങ്ങനെ എൻ്റെ മരുന്നിൻ്റെ പെട്ടിയിൽ നിന്നും മരുന്നുകളെല്ലാം ഒഴിയാൻ തുടങ്ങി. അതിനുശേഷം എൻ്റെ മോൻ്റെ പരീക്ഷ കഴിഞ്ഞ് അവനെ പഠിത്തത്തിൽ അല്പം പുറകോട്ടായിരുന്നു. പക്ഷേ ഞാൻ പ്രതീക്ഷിക്കുന്നതിനേക്കാട്ടും മാറുക എൻ്റെ മോന് +2 കിട്ടി. എൻ്റെ മോക്കും അതുപോലെ തന്നെ 10ാം ക്ലാസ്സിൽ ഇപ്പോൾ പഠിക്കുന്നു. കഴിഞ്ഞ വർഷം തീരെ അങ്ങ് ഡൗൺ ആയിരുന്നു, അവൾ പഠിത്തത്തിൽ പുറകോട്ടായിരുന്നു. ഇവിടെ വന്ന് ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എന്നും എൻ്റെ കൂടെ പ്രാർത്ഥിക്കാനിരിക്കും അവൾ. ഇപ്പം അവൾക്ക് ആശീർവാദം ഞാൻ അവൾക്ക് മേടിച്ചു വിടുന്ന് കൊടുത്തിട്ടുണ്ട്. അവൾക്ക് 1, 2, 3 സ്ഥാനങ്ങളാണ് ഇപ്പോൾ ക്ലാസ്സിൽ കിട്ടുന്നത്. എൻ്റെ മോന് പിന്നെ എൻജിനീയറിങ്ങിന് അഡ്മിഷനും കിട്ടി. അതുപോലെ എൻ്റെ കാലിനും കൈക്കും വലത് കാലിൻ്റെ പുറകുവശത്തായിട്ട് 10 വർഷമായിട്ട് നീർക്കെട്ട് അതിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരുന്ന് ഞാനിനിയും പോകാത്ത ആശുപത്രികളൊന്നുമില്ല. ഒരുപാട് ആശുപത്രികളിൽ പോയി, ഡോക്ടർമാർ കൈയൊഴിഞ്ഞ് ഇനി ഒന്നും ചെയ്യാനില്ലെന്ന് പറഞ്ഞ്. ഞാൻ അപ്പോഴും വിചാരിച്ച് എൻ്റെ മാതാവിനോട് നിയോഗം വെക്കാമെന്ന്. 2ാമത്തെ പ്രാവശ്യം വന്ന് ഞാൻ ഉടമ്പടിയിലെ നിയോഗമായിട്ട് വെച്ച് എൻ്റെ കാലിനും കൈക്കും മരുന്ന് എനിക്ക് ഉള്ളിൽ കഴിക്കാതെ ഇത് മാറ്റി തരണേ അമ്മയെന്ന്.
എന്നിട്ട് എൻ്റെ കാലിന് നല്ല വേദന, കൈക്കും വേദന. ഒരു ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ പോയി. ഇപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു ഇനി ഒന്നും ചെയ്യാനില്ല, തൽക്കാലത്തേക്ക് വേദനയുടെ ഗുളിക മാത്രം തരാമെന്ന്. പക്ഷേ ഞാൻ ആ ഗുളിക കഴിച്ചില്ല. ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചിട്ട് വൈകുന്നേരത്തെ പ്രാർത്ഥന ഞാൻ ഒരുപാട് കരഞ്ഞു മാതാവിൻ്റെ അടുത്ത്. എന്നിട്ട് ഞാൻ ബൈബിൾ ഞാൻ ഒരെണ്ണം മേടിച്ച്, എനിക്ക് ബൈബിൾ വായിക്കാനോ ഒന്നും എങ്ങനെയാണെന്ന് പോലും അറിയത്തില്ല ഞാൻ. പക്ഷേ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ബൈബിൾ എന്നും വായിക്കും, 2-3 നേരം ഞാൻ വായിക്കുമായിരുന്നു. അപ്പോൾ ആ ബൈബിളിനകത്തിലൊരു വചനം ഉണ്ടായിരുന്നു, വൈദ്യന് നിന്നെക്കൊണ്ട് ആവശ്യമുണ്ട്, കർത്താവാണ് വൈദ്യനെ നിയോഗിച്ചിരിക്കുന്നതെന്ന്. അപ്പോൾ എനിക്കൊരു പ്രതീക്ഷ. ഞാൻ അന്നേരം എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയെ വെറുതെ ഒന്ന് വിളിച്ചവൻ പറഞ്ഞ് ഇതേപോലെ ഒരു പത്തനംതിട്ടയിൽ ഒരു വൈദ്യനുണ്ട്, അവിടെ ഒന്ന് പോയി നോക്കാനെന്ന്. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് മരുന്ന് ഇനി ഉള്ളിൽ കഴിക്കരുത്, ഒരു ഓപ്പറേഷനും എൻ്റെ ശരീരത്തിൽ ഇനിയും ചെയ്യരുതെന്ന്. അതുപോലെ തന്നെ അവിടെ ചെന്ന് ആ വൈദ്യൻ എൻ്റെ കാലയിൽ തൈലം ഇട്ട് തിരുമ്മി തന്നു. പിന്നെ ചൂട് വെക്കണമെന്ന് പറഞ്ഞ്, കിഴി വയ്ക്കാൻ പറഞ്ഞ്. അത്ര മാത്രമേ ഉള്ളൂ. 6-7ാമത്തെ ദിവസമായപ്പോൾ എൻ്റെ കാലിൽ 10 വർഷം കൊണ്ടുണ്ടായിരുന്ന നീർക്കെട്ട് പൂർണ്ണമായിട്ട് മാറി. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ ഞാൻ എൻ്റെ മാതാവിനോട് പറഞ്ഞായിരുന്നു എൻ്റെ കാലെനിക്ക് നിലത്ത് ചവിട്ടി നിൽക്കാനുള്ള ഒരു ശക്തി തരണം എന്ന് പറഞ്ഞ്. പക്ഷേ എനിക്ക് നല്ലപോലെ ഇപ്പോൾ ഇവിടെ നിൽക്കാൻ പറ്റുന്നുണ്ട്. ഈ കൈ കൊണ്ട് എനിക്ക് ഈ മൈക്ക് നന്നായിട്ട് പിടിക്കാൻ പറ്റുന്നുണ്ട്. എൻ്റെ കൈയുടെ വേദനയും മാറ്റിത്തന്ന്, കാലിൻ്റെ നീർക്കെട്ടും പൂർണ്ണമായിട്ട് മാറ്റിത്തന്ന്. പിന്നെ അന്ന് മുതൽ ഓരോരോ അനുഗ്രഹങ്ങൾ എൻ്റെ മാതാവ് എനിക്ക് തന്നുകൊണ്ടിരിക്കുക. സാമ്പത്തികമായിട്ട് എൻ്റെ ഹസ്ബൻഡിന് ഒരു പ്രശ്നം വന്നു എന്ന് പറഞ്ഞാൽ കമ്പനിയിലെ ശമ്പളം കൊടുക്കാതെ 6-7 മാസം. ഞാൻ ഇവിടെ നിയോഗത്തിൽ അത് വെച്ചു. ഇപ്പോൾ ആ കമ്പനിയിലെ പ്രശ്നങ്ങൾ തീർന്ന് ശമ്പളം കൃത്യമായി കൊടുക്കുന്നുണ്ട്. അതേപോലെ എൻ്റെ വീടിനടുത്തുള്ള ഒരു ടീച്ചറാണ്. ആ ടീച്ചറിന് തൈറോയിഡിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ ശബ്ദം പോയി. അപ്പം ഭയങ്കര വിഷമത്തിലിരിക്കുകയായിരുന്നു. ഒരു ദിവസം ഞാൻ ചെന്ന് ഉടമ്പടി തൈലം കൊടുത്തിട്ട് ഞാൻ പറഞ്ഞ് പിന്നെ പെരട്ടി കൊടുത്ത് പെടലിക്ക് ഞാൻ കുരിശ് വരച്ച് കൊടുത്തിട്ട് പറഞ്ഞ് മാറും കേട്ടോ, ഒരു കലവൂർ ഒരു കൃപാസനം എന്ന് പറയുന്ന ഒരു മാതാവിൻ്റെ ഒരു പള്ളിയുണ്ട്, അവിടെ പോയാൽ നല്ലതാണ്. പക്ഷെ അവരോട് പോകാനും ഞാൻ പറഞ്ഞില്ല. പിറ്റേ ദിവസം അവിടുത്തെ അമ്മ എന്നോട് വന്ന് പറഞ്ഞ് മോളെ അവൾക്ക് ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞ് അവിടെ വരണമെന്ന്. ഞാൻ പറഞ്ഞു ഞാൻ കൊണ്ടുപോകുന്നു, എൻ്റെ കാലൊന്നും വയ്യ. ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുത്ത് പിറ്റേ ദിവസം അവർ തൈലം പുരട്ടി പ്രാർത്ഥിച്ച് അവർക്ക് നല്ല സൗണ്ട് കിട്ടി. ഒരു കുഴപ്പമില്ല, നല്ല ഉച്ചത്തിൽ ഇപ്പം സംസാരിക്കും, എന്നെക്കാട്ടിലും നല്ലപോലെ സൗണ്ടിൽ അവർ സംസാരിക്കും. പിന്നെ ആദ്യമായിട്ട് ഞാൻ ഉടമ്പടി എടുത്ത സമയത്ത് തന്നെ എൻ്റെ കൈക്ക് ഇവിടെ ഇങ്ങനെ ഒരു വെള്ളപ്പാട് പോലെ ഉണ്ടായിരുന്നു. ഞാൻ ഈ തൈലം പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടേ ഇല്ല. ഒരാഴ്ച കഴിഞ്ഞ് നോക്കിയപ്പോൾ എൻ്റെ കയ്യെ പാടില്ല. എൻ്റെ മകളുടെ കഴുത്തിൽ മറുകുണ്ടായിരുന്നു. ആ മറുകിൽ ഞാൻ ഉടമ്പടി തൈലം പുരട്ടി കൊടുത്തു. പിറ്റേ ദിവസം നോക്കിയപ്പോൾ അവളൊന്ന് പറഞ്ഞ് അമ്മ ആ 2 മറുകും കാണാനില്ലെന്ന്. അതുപോലെ ഇത്രയൊക്കെയാണ് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ. അതുപോലെ ഞാൻ പത്രം വിതരണം ചെയ്യും. ഞാൻ ഇടയ്ക്ക് ഓരോരുത്തരെയും കൊണ്ടിവിടെ ഞാൻ വരും ഉടമ്പടി എടുക്കാനായിട്ട്. അപ്പം പത്രം വാങ്ങിച്ചു കൊണ്ട് പോകും, ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുക്കും, രോഗികളുടെ അടുത്ത് കൊണ്ട് കൊടുക്കും, ഭക്ഷണം കൊണ്ട് കൊടുക്കും. പിന്നെ കുട്ടികൾക്ക് പഠിക്കാനുള്ള പഠനോപകരണങ്ങൾ, വസ്ത്രങ്ങൾ ഒക്കെ കൊണ്ട് കൊടുക്കും. പിന്നെ ഇന്നും 3 നേരം ഞാൻ പ്രാർത്ഥിക്കും, ബൈബിൾ എടുത്തു വെച്ച് പ്രാർത്ഥിക്കും. അതേപോലെ തന്നെ രാവിലെ 5:30 മണിയാകുമ്പോൾ ഞാൻ കൃത്യമായിട്ട് ഇന്ന് വരെ ആ പ്രാർത്ഥന മുടക്കിയിട്ടില്ല. അച്ഛൻ്റെ പ്രാർത്ഥന, യൂട്യൂബിലെ പ്രാർത്ഥന കേൾക്കും, പിന്നെ സാക്ഷ്യങ്ങൾ കേൾക്കും, രാത്രിയിലും ബൈബിൾ വായിക്കും. അങ്ങനെ ഓരോരോ അനുഗ്രഹങ്ങളും ഇന്ന് വരെയും എനിക്ക് അമ്മ നൽകിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ യേശുവിനും എൻ്റെ അമ്മ മാതാവിനും 1 കോടി നന്ദി. എങ്ങനെയാണ് വിശുദ്ധ ഗ്രന്ഥം വായിക്കേണ്ടതെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ ഇവിടുന്ന് ഒരു ബൈബിൾ വാങ്ങിച്ചു കൊണ്ടുപോയി. പിന്നീട് ഞാനത് പല ആവർത്തി വായിക്കുവാൻ തുടങ്ങി. എനിക്ക് ഒരു വചനഭാഗം കിട്ടി, വൈദ്യനെ നിനക്കാവശ്യമുണ്ട് എന്നുള്ള വചനഭാഗം. അതിലൂടെ എന്നോട് കർത്താവ് സംസാരിച്ചു. അങ്ങനെ എങ്ങനെയാണ് തനിക്ക് 10 വർഷമായിട്ട് താൻ പല ട്രീറ്റ്മെൻറ്റുകൾക്ക് പോയിട്ട് മാറാതിരുന്ന തൻ്റെ രോഗസൗഖ്യത്തെക്കുറിച്ച് ഈ മകൾ പറയുന്നുണ്ട്. അതായത് ഉടമ്പടി എടുക്കുമ്പോൾ നാം പോകേണ്ട വഴി നമുക്ക് മുമ്പേ പോയി തൻ്റെ ദൂതനെ അയച്ച് നമുക്ക് പറഞ്ഞു തരുന്ന ദൈവത്തെ നമുക്ക്
കാണുവാൻ കഴിയും, മനസ്സിലാക്കുവാൻ കഴിയും. നമുക്ക് ആ അനുഭവം അത് അനുഭവിക്കുവാൻ സാധിക്കും. തനിക്ക് ഒരു ബോധ്യം കിട്ടുകയാണ്, ഒരു ഉൾപ്രേരണ. അങ്ങനെ ഈ മകള് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ഡോക്ടറിൻ്റെ, ഒരു വൈദ്യൻ്റെ അടുത്ത് ചെല്ലുവാനും, അങ്ങനെ അതിലൂടെയാണ് ആ മകൾക്ക് കാലിൻ്റെ ആ ഒരു സൗഖ്യം കിട്ടിയതെന്ന് ഇവിടെ പറഞ്ഞു. അപ്പോൾ ചില സമയത്തൊക്കെ എങ്ങോട്ട് പോകണമെന്നറിയില്ലാതെ നാം നിൽക്കുന്ന അവസരത്തിൽ ഉടമ്പടിയിലൂടെ നാം പോകേണ്ട വഴിയെ നമ്മെ നയിക്കുന്ന ദൈവത്തിൻ്റെ തൃക്കരങ്ങൾ നമുക്ക് ദർശിക്കുവാൻ കഴിയും. വീണ്ടും ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെയൊക്കെ എങ്ങനെയാണ് തനിക്ക് സൗഖ്യം ലഭിച്ചതെന്നും ഈ മകൾ പറയുകയുണ്ടായി. തനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നു. കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്ന് വിശുദ്ധ എലിസബത്ത് പരിശുദ്ധ അമ്മയെ കുറിച്ച് പ്രശംസിച്ച് പറയുന്നുണ്ട്. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം 1 നമുക്കത് കാണുവാൻ കഴിയും. അങ്ങനെ തൻ്റെ ജീവിതത്തിൽ ബൈബിൾ താൻ വായിക്കുകയും അതിലൂടെ കർത്താവ് എന്നോട് സംസാരിക്കുന്നു എന്ന് മനസ്സിലാക്കാനൊക്കെ ഈ മകൾക്ക് കഴിഞ്ഞത്. ഈ മകൾ ചെറുപ്പം മുതൽ ബൈബിൾ വായിച്ചിട്ടില്ല, ബൈബിൾ തൊട്ടിട്ടില്ല. എന്നാൽ പിന്നീട് ഉടമ്പടി എടുത്തതിന് ശേഷം അതിനും ഉള്ള അതൊരു അവകാശമായിട്ട് ഈശോ കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ നാം ഈശോയെ ഒന്ന് അറിയാനായിട്ട് ആഗ്രഹിച്ചാൽ മാത്രം മതി. കർത്താവ് പിന്നെ നമുക്ക് തരുന്നത് ഒരു കൂട്ടം, അതായത് ഒരു പിടി സമ്മാനങ്ങളാണ് നമ്മുടെ ജീവിതത്തിലേക്ക് തരിക. തൻ്റെ ജീവിതത്തിലെ തനിക്കുണ്ടായിരുന്ന മാനസിക അസ്വസ്ഥതകൾ, തനിക്കൊരു ധൈര്യം കിട്ടിയെന്നാണ് പറയുക. ഈ ഒരു ധൈര്യമൊക്കെ ദൈവത്തിൻ്റെ കൂടെയുള്ള അവസ്ഥയാണ്. അതായത് നമ്മുടെ കൂടെ ദൈവം സഞ്ചരിക്കുന്നു. ഇന്നും നമുക്ക് സമീപസ്ഥനാണ്, സത്യദൈവം ഇന്നും നമുക്ക് സമീപസ്ഥനാണ് എന്നുള്ളതിൻ്റെയാണ് ആ ധൈര്യമൊക്കെ കിട്ടുക. അങ്ങനെ തൻ്റെ ജീവിതം ആകെ ഒന്ന് മാറി മറിഞ്ഞു. തൻ്റെ ഹസ്ബൻഡിനോട് തനിക്ക് താനൊരു അല്പം പൈസ കൊടുത്ത കാര്യവും അതൊക്കെ ഈ മകൾക്ക് പറയാനുള്ള വിഷമങ്ങൾ അതെല്ലാം മാറി ഹസ്ബൻഡ് അത് അംഗീകരിക്കുന്നു. അങ്ങനെ തൻ്റെ ജീവിതത്തിൽ മരിക്കണമെന്ന് ചിന്തിച്ച മകൾ പിന്നീട് എങ്ങനെയാണ് തനിക്കിനി മരണമല്ല, ഒരു പുനർജീവിതമാണ്, അല്ലെങ്കിൽ കർത്താവിനോടൊത്തുള്ള ഒരു ജീവിതമാണ് തനിക്കുള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഉടമ്പടി ഏറ്റവും സന്തോഷത്തോടെ നിർവഹിച്ചുകൊണ്ട് ജീവിക്കുന്നു. കാരുണ്യ പ്രവർത്തികൾ, പ്രേക്ഷിത പ്രവർത്തനം, അതിനൊക്കെ ഒത്തിരിയേറെ സമയമെടുക്കുന്നുണ്ട്. തൻ്റെ ആരോഗ്യവും സമയവും അതിനുവേണ്ടി ചിലവഴിക്കുന്നുണ്ട്. നാം നമ്മുടെ സമയവും ആരോഗ്യവും ഈശോയ്ക്ക് വേണ്ടി ചിലവഴിക്കുമ്പോൾ തീർച്ചയായും അമ്മ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ നമുക്കും ഇതുപോലെ വന്നു നിന്ന് സാക്ഷ്യം പറയുവാൻ കഴിയും. അങ്ങനെ താൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് നേർച്ച വസ്തുക്കൾ കൊടുത്ത് അവർക്കൊക്കെ കിട്ടിയ സൗഖ്യവും ഒക്കെ ഇവിടെ പറഞ്ഞു. നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.